അമൃതം പൊടി വെച്ചിട്ടൊരു അവലോസ് കൂടി ഉണ്ടാക്കിയല്ലോ. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടി കുറച്ച് കപ്പലണ്ടി തൊലി കളഞ്ഞ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കപ്പിന് 2.5 കപ്പ് പൊടി എടുക്കുന്നുണ്ട്. അതിന് സെയിം കപ്പിന് തന്നെ തേങ്ങയും എടുക്കുന്നുണ്ട്, ഒരു 1.5 കപ്പോളം. പിന്നെ കപ്പലണ്ടി, പിന്നെ ഒരു കുറച്ച് പഞ്ചസാര ഇടും, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് അത് 5 ഏലക്കയും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യും വേണം. അപ്പോൾ ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം പിന്നെ അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് തേങ്ങയും കൂടെ ഇട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് കളർ മങ്ങുമ്പോൾ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ ബാക്കി പിന്നെ പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കളർ മാറുന്ന രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയൊക്കെ ഇട്ട് പിന്നെ കപ്പലണ്ടി എല്ലാം ഇട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് കുറച്ചും കൂടി നമുക്ക് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ മെയിൻ വ്ളോഗായിട്ട് തന്നെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടാറ്റാ ബൈ ബൈ, സീ യു.